കുഞ്ഞാൻക ഇപ്പൊ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു നറുക്കെടുപ്പാണ് ഇപ്പൊ എന്താ വിശേഷം? നല്ല പരമസുഖാണ്. എയർമെന്നൊക്കെ വിട്ടാണ്ട് ഇപ്പൊ റോക്കറ്റുമൊക്കെ എത്തിക്കണം. ആദ്യം എയർലൈൻ ഇപ്പൊ റോക്കറ്റാണ്. ജീവിതത്തിലൊരു ഇത്ര സന്ദർഭം ആദ്യമായിട്ടാണ് തോന്നുന്നില്ല. ഒരു നമ്മളെ എട്ട് കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റാണ് വെച്ച് കിട്ടണത്. അത് നല്ല ഒരു 1.5 കിട്ടലാണ് അത് കിട്ടിയത്. പക്ഷെ പേടിച്ചാലൊന്നുമില്ല, നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല. അത് ഏത് ബൈക്ക് വേണമെങ്കിൽ നീങ്ങാൻ നമ്മൾ റെഡിയാണ്. ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ടിക്കറ്റ് എടുത്തു. അതിന് നറുക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു. അതെടുക്കാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുകിരി പറഞ്ഞാൽ നമ്മൾ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ നിങ്ങളെന്നെ അത് എടുക്കണം പറഞ്ഞു. ഫസ്റ്റ് നറുക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതിൽ ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാനും പ്രശ്നം ഉണ്ടാക്കാം. അത് സെറ്റപ്പാണ് അറിയാം. അപ്പോൾ അടിയിൽ നിന്ന് തോണ്ടിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഇത് ഒട്ടിച്ചെച്ചിക്കണ്, മറ്റേ ഒട്ടിച്ചെച്ചിക്കണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഒട്ടിപ്പുമില്ല, കാര്യങ്ങളുമില്ല. കാരണം അത്രയും 100 കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. ഓലടിയിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഇതില്ല. പിന്നെ സോഷ്യൽ മീഡിയയാണ് ഒന്ന് ഇഞ്ചൊക്കെ അത് എന്തേലും ഒന്ന് കിട്ടാൻ നിൽക്കുകയാണ്, എടുത്ത് കത്തിച്ചാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താണ് ഏതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചു, ഇതിൻ്റെ സത്യാവസ്ഥ ഇജ്ജ് പറയണം കേട്ടോ പറഞ്ഞാണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പറയണതിന് നമുക്കൊരു മടിയല്ല, ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും നമ്മൾ പറയാം, നമ്മൾ തയ്യാറന്നെയാണ്. പക്ഷേ അവിടെ നടന്ന മുതൽ എന്താണ് പിന്നെ ഞാൻ ഈ നറുക്കെടുപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അറിയണതാണ്. നമ്മൾ പറയും ചെയ്യും. ജനങ്ങളെ മുമ്പിൽ തന്നെ പറയും. ഇന്നേ വരെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കള്ളെന്നുള്ള പേര് മാത്രം വന്നിട്ടില്ല. അത് ഞാൻ വരുത്തൂല. വേറെ എന്ത് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ കള്ളെന്നുള്ള പേര് മാത്രം നമ്മൾ വരുത്തില്ല. ഈ ഫാമിലിയൊക്കെ എങ്ങനെയാണ്? നാട്ടുകാരൊക്കെ എന്താണ് പറയണത്? നാട്ടുകാർക്കാണ് നമ്മളെ കുറിച്ച് അറിയാലോ. കാരണം ഇത്രയും കാലമായിട്ട് നാട്ടിൽ ഇതുവരെ എവിടെയും ഈ ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു കേസിൽ. പക്ഷേ ഈ നറുക്കെടുത്തത് ഇയാളൊരു പാവം മനുഷ്യനാണ്. കാരണം കടം കൊണ്ട് അയാളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് പോയൊരു വ്യക്തിയാണ് അയാൾ. കാരണം നല്ല ഹൈ ലെവലിൽ. കാരണം അയാളെ പെരയിൽ പറഞ്ഞാൽ ആര് വന്നാലും എന്തും കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കണം, അങ്ങനത്തെ ഒരാളാണ് അയാൾ. പക്ഷെ കടം വന്നപ്പോൾ അതേപോലെ നമ്മളോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രൊമോഷൻ തന്നെ ചെയ്ത് നമ്മൾ ഏത് വീഡിയോ ചെയ്യണം, ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അല്ല, ഇതിന് മുന്നേ ഈ നറുക്കെടുപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതിന് മാത്രമാണ് ഈ ആൾക്കാർ ഇത്രയും ഹേറ്റ് കൊണ്ടുവരുന്നത്. ഹേറ്റ് പറഞ്ഞാൽ ഞാൻ എടുത്തു, ഞാൻ അവിടെ 2 സെക്കൻഡ് നിന്ന്. അല്ല, ഇത് എടുക്കാൻ പറഞ്ഞത് ആരായിരുന്നു? അവിടുത്തെ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാരും കൂടി തന്നെ പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞു നിങ്ങളെന്നത് എടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞ സ്ഥിതിക്കാരല്ല. അപ്പൊ ഞാൻ മണ്ടി പാനാണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ എന്റെ വാപ്പാന്റെ മോലൊന്നും അല്ലല്ലോ അത്. കാരണം അത്രയും ആൾക്കാരുണ്ട് അവിടെ. ഓരടിയിൽ നിന്ന് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ എന്തായാലും ഒന്നും വേണ്ട, ഒരാളുണ്ടാകുമ്പോൾ ആ നാട്ടുകാരെല്ലാവരും അവിടെ ടിക്കറ്റ് എടുത്തതാണ്. ഒരാളും ടിക്കറ്റ് എടുക്കാത്ത ഒരു വ്യക്തി അവിടെ അല്ല, ആ നാട് മൊത്തം. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ കടകളിൽ അതേപോലെ ഓരോ ആൾക്കാരായിട്ട് 1-2 ബുക്കൊക്കെ കൊടുത്തിട്ടാണ് ഇത് വിറ്റ് പോകാൻ വേണ്ടിയാണ്ട്. കാരണം നറുക്ക് എടുക്കണതിൻ്റെ ഒരു പിന്നെ 10 മിനിറ്റ് മുന്നേ വരെ ബുക്കുകൾ കൊടുത്തിട്ട് ഉണ്ട്. നമ്മൾ ചീന്തിയാണ്ടായി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ എടുക്കാൻ പറഞ്ഞ ആൾക്കാരൊന്നും എന്താണ് പുറത്തു വന്ന് പറയാത്തത്? അവിടെ ഉള്ള ആൾക്കാർ എന്താണ് ഇപ്പൊ കുഞ്ഞാൻ ചെയ്തതിനെ പറ്റി എന്താ പറയാത്തത്? അവിടുത്തെ ആൾക്കാർ നമുക്ക് ഇതുവരെ വിളിച്ചിട്ടോ ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാരിൽ ഏതൊരു ആൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ? ഈ ടിക്കറ്റ് ഇട്ട ആൾക്കാർ നറുക്കെടുക്കാൻ വേണ്ടിട്ട് അടുത്ത് നിന്ന് ആൾക്കാരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഹേറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത് മറ്റുള്ള ആൾക്കാരാണല്ലേ? ഇതിനിപ്പോ ഇത് മെയിൻ ഞാൻ പറഞ്ഞേ, ഞാൻ തപ്പി അവിടെ ഇങ്ങനെ നിന്ന് എന്താണ് അവിടെ പശ വെച്ച് ഒട്ടിച്ചിക്കാണെന്നാണ്. ഇനിയിപ്പോൾ ഒരു സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ചു. ഇതൊക്കെ ഇതായി കഴിഞ്ഞാൽ കടലാസാണിത്. ഇത് സ്വാഭാവികമായിട്ട് കീറാതൊക്കൊന്നുമില്ല. ഇന്ന് ഏതായാലും സോഷ്യൽ മീഡിയ മൊത്തം കത്തിച്ചിക്കാണ്. അതും പെട്രോൾ പറഞ്ഞാണ്ടാ കത്തിച്ചിക്കുന്നത്. പെട്രോൾ ഒന്നും മുട്ടിക്കണം, ഗ്യാസ് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ ഒന്നായിട്ടാണ് തിരിച്ചു കൊടുത്തിരിക്കണം. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നറുക്കെടുക്കുന്ന സമയത്ത് കുഞ്ഞാൻ ഇങ്ങനെ ഇതെടുക്കുന്നുണ്ട്, പക്ഷെ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ട് താഴേന്ന് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ്. മേലെന്ന് എടുത്തു എന്നുള്ളൊരു വർത്താനം വേണ്ടാന്ന് കരുതിയാണ് പൊന്നാര ചങ്ങന്മാരെ ഞാൻ താഴത്തുനിന്ന് എടുത്തത്. പാമ്പ് അത് നമ്മൾ താഴേന്ന് ഇങ്ങനെ കോരി എടുക്കാറുണ്ടല്ലോ. നമ്മൾ സെന്ററിൽ നിന്ന് ഇങ്ങനെ ഇളക്കി, സെന്ററിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയാണ്ട് പിന്നെ എന്താട്ടി അടിയിൽ കൂടി ഇങ്ങനെ പോയിക്കാണ്ട്
എടുത്തു അത്രയുള്ള ചെയ്തിട്ട് ആ വീഡിയോയിൽ ഉണ്ടല്ലോ അത് ലൈവ് തന്നെയാണല്ലോ, അല്ലാതെ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നല്ലല്ലോ അത്. ലൈവ് ഞാൻ വീഡിയോ ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇത് എന്നല്ല, ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും തെറി പറയുന്ന ആൾക്കാരാണ്. ഇഞ്ചത് എന്തേലും കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിന് നമ്മൾ തന്നെ ഏത് വഴിക്ക് നീങ്ങാനും ഞാൻ തയ്യാറാണ്. കാരണം നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് 100ക്ക് 100 ഉറപ്പില്ലോടത്തോളം നമുക്ക് ഒരാളീ പേടിച്ചേണ്ട ആവശ്യമില്ല. അല്ല ഇപ്പൊ ആൾക്കാർ ഇപ്പൊ പറയണത് ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ ഇപ്പൊ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. ഒരു സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല. നമ്മൾ ചെയ്ത് കർണാടക കൊടുക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത്. ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്തത്. കേരളത്തിൻ്റെ പുറത്ത് കൊടുകുന്നാണ്, കൊടുക് കുഞ്ചിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കേസ് വന്നാലും കേസ് ഇല്ല അവിടെ അല്ലേ? ഈ ഒരു കേസ് ഉണ്ടാവും. കേസാണ് അവിടെ ആരെങ്കിലും നീ പിന്നെ ഇതാക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്നൊരു ഞാൻ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹെൽമെറ്റ് ഇടാത്തതിന് അങ്ങനത്തെ കേസിന് എന്നല്ലാതെ ഇതുവരെ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് വരെ ഇല്ല. ഈ 40 വയസ്സിന് ഇടയ്ക്ക് ഒരു കേസും ഇല്ല. ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിലും എവിടെ ആർക്കും ഒരാളെ പറ്റിച്ചിക്കേ ഒരാളെ 10 വയസ്സ് ഞാനോ എൻ്റെ മക്കളോ ഇന്നേ വരെ തിന്നിട്ടുമില്ല. ആ ഒരു വിശ്വാസം ഇല്ലാത്തോളം കാലം ഇത് ഇഞ്ച ഭാഗം ക്ലിയറാണ്. അല്ല ഇതിനകത്ത് വീഡിയോ വരുന്ന സമയത്ത് വീഡിയോ ഞങ്ങൾക്ക് കൈയിട്ടിട്ട് ആ ഒരു ഈ കുറച്ചൊക്കെ നിൽക്കുന്ന ആ വീഡിയോ മാത്രമേ വരുന്നത്. അതിന് മുമ്പ് നടന്ന ഈ ഇപ്പൊ ഇളക്കി മറിച്ചെന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ. അതുണ്ടല്ലോ, അതിലുണ്ടല്ലോ കട്ട് വരുന്നത് ആൾക്കാർ അതെടുത്തിട്ട് മാത്രം. ഞാൻ ട്രൗസറിന്റെ ഉള്ളിലാണ് പോണതെന്ന് എടുക്കട്ടെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാക്കണേ, നമ്മളെ ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ശരിക്കും നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നില്ലേ. ലൈവ് പോയിരുന്നു കുഞ്ഞുക? ആ ലൈവ് പോയിരുന്നു കേട്ടോ. 27 മിനിറ്റിന്റെ ലൈവാണത്. ആ ലൈവാണ്. ഞാൻ അതാകണ ഇവിടുന്ന് ഇവിടെ അളക്കിയത്. അളക്കിയാൽ അത്രയും ആൾക്കാർ നിൽക്കല്ലേ. ഇതൊന്നും കമ്മിറ്റിക്കാരോ ഇതൊന്നും അല്ല, ഇവിടുത്തെ നാട്ടുകാരാണിത്. പിന്നെ ഞാൻ എനിക്ക് ഇതുവരെ ലോട്ടറി എടുത്ത് പിന്നെ ഇങ്ങനെ നറുക്കെടുത്താണ്ട് ഒരു ശീലം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇത് എങ്ങനെയാണ് നറുക്കെടുക്കുക, എങ്ങനെ ഇതാക്കാന്നുണ്ട് ഇതാക്കണേ. പിന്നെ ഞാൻ അടിയിൽ കൂടിയാണ് കജ്ജിടുന്നത്. ഇതാക്കണം കണ്ടോ, അടിയിൽ കൂടി ഇങ്ങനെ കജ്ജിട്ട് കാണ്ട് ഈ മൂലക്കന്നാണ് ഞാൻ എടുക്കുന്നത്. അതുള്ള നമ്മൾ ചെയ്തത്. കെട്ടി ഈ ആളെ കുഞ്ഞാങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഏത് സമ്മാനം അടിച്ച ആളെ കുഞ്ഞാങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫോൺ ഞാനാ തരും. ഇയാളായിട്ട് ഞാനായിട്ട് ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സൈബർ സെല്ലിലോ എവിടെയും പോയി കണ്ട് അന്വേഷിക്കാം. അതിന് ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ ആ വ്യക്തിനെ കാണുന്നത് അന്ന് രാത്രി. പിന്നെ ഇതേപോലെ നമ്മളെ കാദർ വിളിച്ചിരുന്നു. കാദർ വിളിച്ചുകൊണ്ട് എന്താണ് കുഞ്ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, കാരണം ഇത് ജനങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ ആളെ വെച്ചുകൊണ്ട് ഇച്ചിരി വീഡിയോ ഇടണം പറഞ്ഞു. അങ്ങനെ രാത്രി ഞാൻ കൊടുക്കുന്നതാണ്, വയനാട് വഴിയാണ് നമ്മളെ നാട്ടിൽ പോവുക. അങ്ങനെ വന്ന് ഡബിൽ എനിക്ക് ലൊക്കേഷൻ വിട്ടുന്നു. ഈ ലൊക്കേഷനിക്ക് വന്നാൽ മതിയല്ലോ. വയനാട് ഏത് ഭാഗത്താണെന്നില്ലല്ലോ എനിക്കറിയില്ല. പക്ഷേ അവിടുന്ന് ഞാൻ വൈത്തിരിക്ക് 33 കിലോമീറ്ററാണ്. കാരണം ഞാൻ വൈത്തിരി ലൊക്കേഷൻ ഇട്ട് കണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവിടെ പോയിട്ട് കുഞ്ഞാക്ക രാത്രി വീഡിയോ ആളെ കണ്ട് നമ്മൾ സംസാരിച്ച് പിന്നെ ഇങ്ങനെ വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ പേരും പറഞ്ഞിച്ച് കൊടുക്ക് വരാനോ ഇതാക്കാനോ ഒന്നും വരില്ല. ഇന്നലെ ഓരോ വീട്ടിൽ ഇവർ വന്നാണ്ട് ആധാരവും കാര്യങ്ങളും എന്തോ ഒരു 20 ലക്ഷം റുപ്യേൻ്റെ ലോണിൻ്റെ എന്തോ ഒരു വിഷയമുണ്ട്, അത് തീർത്താണ്ട് നിങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുള്ളറ്റ് കിട്ടിയ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ജിമ്നി കിട്ടിയ ആളോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരു ആക്റ്റീവ് ഉണ്ട്. പിന്നെ ഈ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് ആൾക്കാർക്കൊക്കെ പിന്നെ ഗൂഗിൾ പേ പൈസ വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഓല് വിട്ടുന്നതാണ്. ഞാനിതുവരെ പബ്ലിക് വിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ആ വീഡിയോ ഒന്ന് ഞാൻ ഇതെല്ലാം കരുതിക്കൂട്ടുള്ള കുഞ്ഞാനെ തകർക്കാനുള്ള ആൾക്കാരുടെ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല പൊന്നാരമാനെ. ഞാൻ പറഞ്ഞില്ല ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതേമാതിരിക്കത്തെ ഒരു മജ്ജത്തും കുറിച്ചൊരു വിമർശനം ഇതുവരെ വന്നിട്ടില്ല. ആകെ വന്നൊരു കറണ്ട് ബില്ലിൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ട്. അതേമാതിരി കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ
സിനിമാറിന്റെ വിമർശനം, അതേപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ് നമ്മൾ ഏറെ. എന്നുള്ള പേര് അത് മാത്രമേ നമുക്ക് സങ്കടം, കള്ളം. അത് മാത്രം, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ മനസ്സാ വാച നമ്മളെ മക്കൾ സത്യമായിട്ട് ഞാൻ അതിനൊന്നും ഇതാക്കിയില്ല. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തതിന് ഞാൻ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറയും. കാരണം ഞാൻ പ്രൊമോഷൻ ചെയ്യണം. കാരണം ഞാൻ അവിടെ പോയി കണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു അക്കൗണ്ടിൽ ഇനി ഒരു ഷോപ്പിൻ്റെതാണെങ്കിലും ഇങ്ങനത്തെ കാര്യമാണെങ്കിലും ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യല്. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ ഇത്തരം ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് കുഞ്ഞാനെതിരെ ആൾക്കാർ സംസാരിക്കുന്നു, എന്ന് വെച്ചാൽ കള്ളൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. നമുക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഉമ്മണ്ട്, പാപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞൊരു നമുക്കുള്ള അറിയാം. നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെല്ലോ എന്ത് പിന്നെ വിമർശനം വന്നാലും ആദ്യം നമുക്ക് നമ്മളെ പെരക്കാർ എന്താ അത് ഏതാന്ന് ചോദിച്ചാണ്ട് ഭയങ്കര ഇതാക്കാനാണ്. പക്ഷേ നമ്മളെ വാപ്പയാണെങ്കിലും സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ, കുട്ടികൾ, മക്കൾ എല്ലാവരും എന്താണ് കേൾക്കുന്നത്, കള്ളന്നില്ലൊരു പേരാണ് കേൾക്കുന്നത്. അത് ഞാൻ ചെയ്തിട്ടില്ല, കള്ളത്തരം ഞാനവിടെ ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ നറുക്കെടുത്തു, അത് ഞാൻ ചെയ്തത് തന്നെയാണ്. കാരണം പിന്നെ രണ്ടാമത്തത് മൂപ്പരെ കൊണ്ടാണ് ഞാൻ അടുപ്പിച്ചത്. മൂന്നാമത്തത് ഇതേപോലെ വേറെ ആരോ ഒരാളാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബാക്കിയൊക്കെ ഓരോരുത്തരാണ് എടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റും സെക്കൻഡുമാണ് ജനങ്ങൾക്ക് ഡൗട്ടുള്ളത്, സംശയമുള്ളത്. ഇതിപ്പോൾ ഇതിനെ ഏത് വിധത്തിലുള്ള നിയമ നടപടികൾക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട്. ഓരോടാണ് നമുക്ക് പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് ഇതിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ നിങ്ങളപ്പം എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ്. അതിലേറെ എന്തായാലും മനുഷ്യൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് എടുത്ത ആൾക്കാർ കുഞ്ഞാൻ പറ്റിച്ചിക്കണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കണ ഇനി സ്റ്റേഷനക്കോ ഇനി ഏത് എവിടേക്ക് വേണമെങ്കിലും വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ എവിടെയും പറയും. ഇപ്പോൾ അഷ്കർ ടെക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നിട്ട് അപ്പോൾ അതിലൊരു കാര്യം മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ലോട്ടറി പോലുള്ള ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് ഒന്നാമത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു വീട് ഇങ്ങനത്തെ അതിൻ്റെ മുകളിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ ഈ നറുക്കെടുപ്പിലൂടെ വെക്കുമ്പോൾ ഇവർ ഫസ്റ്റ് സമ്മാനം അടിക്കുന്ന ആളായിട്ട് ഒരു ധാരണയുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ആ അടിക്കുന്നതിൻ്റെ 50% സെയിൽ കഴിഞ്ഞ ശേഷം ഇവർക്ക് തിരിച്ചു കൊടുക്കുക. അതായത് ഈ പരിപാടി നടത്തിയ ആൾക്കാർക്കും അടിച്ച ആൾക്കാരും തമ്മിലൊരു ഡീൽ. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണേ. അതൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞു ഇനി വേറെ കാര്യം പറയണ്ട്. ടിക്കറ്റ് ഇവർക്ക് ആകെ പോയത് 8371 ടിക്കറ്റാണ് പോയിക്കണത്. 74 79 അല്ലേ, 79 ടിക്കറ്റാണ് പോയിക്കണത്. അപ്പോൾ ശരിക്കും ഇയാൾ 15,000 ടിക്കറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 ടിക്കറ്റ് 15,000 വേറെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവർ പറഞ്ഞു ടിക്കറ്റ് പോയിട്ടില്ല, ഇത് നീട്ടാൻ എന്തൊരു മാർഗം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഫസ്റ്റത്തെ ഡേറ്റ് നമ്മൾ നീട്ടി, രണ്ടാമത് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ? അപ്പോൾ ആ ഒരു പേടിയും ബേജാറുകൊണ്ടുമാണ് നമ്മളിത് എടുത്തുകൊണ്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതാക്കണ് നമ്മൾ നറുക്കെടുത്ത് നമ്മൾ സാധനം കൊടുത്തുകൊണ്ടുള്ളൂ, ഇനി നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അയാൾക്ക് വേണ്ടത്ര അതിമാകെ കിട്ടിയിറങ്ങിയപ്പോൾ അതും ഈ 1000 വെച്ച് 2000 വെച്ച് ഒരു ടിക്കറ്റ് എക്സ്ട്രാ അവസാനത്തെ ദിവസം ഒരു ഓഫർ ഇട്ടാണ്ട് കൊടുത്തിരുന്നു. അത് ആകെ എത്ര ഒരു ദിവസം മാത്രം, ബാക്കിയൊക്കെ കുഞ്ഞൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഞാൻ എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ അറിയണ എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്ന് ഇവിടുന്നൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടാകും. നമുക്ക് 2 ടിക്കറ്റ് എടുക്കുക. നമുക്ക് ഓരൊക്കെ ചോദിച്ചുമ്പോൾ നമ്മൾ പറയും ആടെ ജനുവിനാണ്, ഒരു കുഴപ്പമില്ല. എൻ്റെ വണ്ടിയിൽ വരെ ടിക്കറ്റ് ഉണ്ട്. എൻ്റെ ഒരു തുണക്കാരൻ പിന്നെ എന്നോട് പറഞ്ഞ ഒരു 5 ടിക്കറ്റ് നമുക്ക് എടുക്കുകയായിരുന്നു. കാരണം എൻ്റെ സുഹൃത്തുക്കളെ പറ്റിച്ചേണ്ട ആവശ്യം ഇച്ചില്ല. ഇതിലേറെ എന്താ പറയുക, പിന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് വരെ ടിക്കറ്റ് എടുത്തവരുണ്ട്. ഒന്ന് അയാൾക്കൊരു സഹായം ആയിക്കോട്ടെ, ഒന്ന് ഇതേപോലെ ഞാൻ ഒരു സഹായത്തിൻ്റെ പുറത്ത് ഇനി എന്തേലും കിട്ടുകയാണെങ്കിലോ, ഏത് വഴിക്കാണ് ഭാഗ്യം വരികയെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇതിപ്പോൾ കുഞ്ഞനെ ആ ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്തവരായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കാണോ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുള്ളത്? ഓലേറ്റൊന്നും ഒരു പ്രശ്നമല്ല. അവിടുത്തെ നാട്ടുകാരായിട്ടാണെങ്കിലും അവിടുത്തെ ഈ ടിക്കറ്റ് ഓലേറ്റൊന്നും കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നാട്ടുകാരാണെങ്കിലും നാട്ടുകാരുണ്ടാവും. അതേപോലെ അവിടുത്തെ ആൾക്കാർ പിന്നെ ഇവരേറ്റൊന്നും ഇന്നേ വരെ ഒരു ഇതുണ്ടല്ല. കാരണം നമ്മളെല്ലാ വീഡിയോസിലും ഓരോ നാട്ടുകാരുണ്ടായിട്ടുണ്ട്, എല്ലാ വീഡിയോസിലും. ആ നാട്ടുകാരെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ടിക്കറ്റ് കൊടുത്തത്.
അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പ്രേക്ഷകരോടല്ല, ഈ പറഞ്ഞ പോലെ ജനങ്ങളോടും, നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളോടും, ലോകത്തുള്ള പ്രവാസികൾ ഒരുപാട് പേര് കുഞ്ഞാൻ്റെ ഒരു മറുപടി കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഓരോട് എനിക്ക് പറയാനുള്ളത്, കാരണം എൻ്റെ അറിവോട് കൂടി കണ്ട് ഞാൻ ഒരാളെ പറ്റിച്ചിട്ടില്ല. ഒരാളെ ഞാൻ പറ്റിച്ചിട്ടുമില്ല. കാരണം പിന്നെ അയാളെ കുറിച്ചാണ്ട് ഞമ്മക്കിപ്പോൾ ഒരു 5 മാസത്തെ ബന്ധമുണ്ട്. പക്ഷെ അയാൾ അങ്ങനത്തെ ഒരാളല്ല. കാരണം ഭയങ്കര പക്ക ദീനി കാര്യങ്ങളോ അവിടുത്തെ ഒരു വാണ്ടപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ എല്ലാം പോയി നഷ്ടപ്പെട്ട് വിരമ്മി ഇതിമ്മി ലോണും വെച്ചാണ്ട് അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമ്മൾ പ്രവാസികളോട് പറയല്ലേ, ഞാൻ നിങ്ങളെ മനസ്സുകൊണ്ട് നമ്മൾ പറ്റിച്ചിട്ടില്ല. അത് ഞാൻ എപ്പോഴും പറയും. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറ്റിച്ചിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്താ വേണ്ടത്, എന്ത് നടപടി വേണമെങ്കിലും കൊടുത്തോളി. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ അങ്ങനത്തെ ഒരു നറുക്കെടുപ്പിലൂടെ ആ വീട്ടു സാധനങ്ങൾ കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി. എങ്ങനെ ആ കടം കൊണ്ട് അയാൾ ഒരു ബിസിനസ്, സാധാരണ ഒരു കടക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് അയാൾ ഈ ഷെയർ ചെയ്തേണ്ട ഓരോ ബിസിനസ് ഉണ്ടാവുമല്ലോ, ഷെയറിൽ പൈസ ഇടും. അപ്പം അങ്ങനെ അതായി കണ്ട് എന്താട്ടി ഷെയറും ഇതൊക്കെ പൊട്ടി പാളീസായി കണ്ട് ഇപ്പം എന്നോട് മൂപ്പര് പറഞ്ഞാണ്, നമ്മൾ ചോദിച്ചോല്ലോ എന്താ ഇങ്ങനെ കടം വരാനുള്ള കാരണം. അപ്പോൾ ഷെയറിൽ ഇതായി, പൈസ പോയി, കടങ്ങൾ നല്ലോണം വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ പിന്നെ പെരമൊക്കെ കണ്ടമാനം ലോൺ ഉണ്ടായിരുന്നു. ഓരോ ബാങ്കിലും ഓരോ ലോണുകളുണ്ടായിരുന്നു. ഇതൊക്കെ പാടെ ഇയാൾ ഈ ഒരു തീരുമാനത്തിലൂടെ നികത്താന്ന് കരുതി. ഇതിപ്പോൾ ഒരാളെ സഹായിച്ചതാണ് ഇപ്പോൾ കുഞ്ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു. ഇഞ്ച ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ മനസാക്ഷിയോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ സഹായിച്ചിട്ടുള്ളൂ. അത് ഇത്ര വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഞാൻ ഇന്നേ വരെ കരുതിയിട്ടില്ല. ഇനി ഇതുപോലെ ഒരു നറുക്കെടുപ്പ് അല്ലെങ്കിൽ ചൂല ഇതിലേറെ പഞ്ഞത്തോടെ ഇനി നറുക്കെടുപ്പല്ല, ആരെങ്കിലും അവിടെ ബൂണ് കിടക്കുകയാണ്, ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പറ്റിയതാക്കണ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞാൽ ഒരാൾക്കും സഹായം ചെയ്യില്ല. സഹായം ചെയ്തോടത്തോളമായി ഞാൻ വീഡിയോയിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ചാരിറ്റി വീഡിയോ കണ്ടമാനം ചെയ്ത വ്യക്തിയാണ്. രോഗികൾക്കും വേണ്ടി 20 ലക്ഷം 25 ലക്ഷം വീട് 2 വീട് വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇഞ്ച പൈസ അല്ല, ഇഞ്ച 10 പൈസ അല്ല, നാട്ടുകാരെ പൈസ തന്നെയാണ്. ഇതേപോലെ വീട് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തർക്ക് 2 വീട് വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ജനങ്ങൾ കുഞ്ഞാൻ ചെയ്യുന്നതാണ്, ഒരു നല്ല കാര്യമാണ്. അത് ഒരു ഗതിയില്ലാത്തവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. നമുക്ക് കിട്ടിയത് എന്താണ്? ഈ ഒരു കള്ളന്നില്ല ചീത്തപ്പേര് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും കാലം അങ്ങോട്ട് പോകാന്നല്ലാതെ. ഇതുപോലെ മുന്നേ ഫിറോസ് കുന്നംപറമ്പിലും ഇതേപോലത്തെ രീതിയിൽ ഒരു പരിദോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവനെ എപ്പോഴും ഒരു ഇതേപോലെ ചാറ്റ് വീഡിയോ. പക്ഷേ ഫിറോസൊക്കെ എന്ന് പക്ക ഡീസൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണ ഒരാളാണ്. എന്തൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, എന്നിട്ട് ഇതിപ്പോ മാറി ഇപ്പൊ ഇപ്പോഴും വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാന് അല്ല ഫിറോസ് ഫിറോസ് എപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇപ്പൊ ഇതേപോലെ എന്റെ നാട്ടില് ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒരാളെ കിഡ്നി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാർ ഇഞ്ചത്തേക്ക് വന്നു, കുഞ്ഞാൻ എങ്ങനെയും ഫിറോസിനെ കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കൊണ്ടുവരാന്ന് പറഞ്ഞാണ്ട് പിന്നെ ഫിറോസിനോട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ നാട്ടിൽ അസ്കർ പറഞ്ഞൊരു രോഗിയാണ്, അതിന് മാണ്ടാണ്ട് ഫിറോസ് വന്നാണ്ട് വീഡിയോ ചെയ്തു. വീഡിയോ ചെയ്താണ്ട് 10-40 ലക്ഷം ഉറുപ്പ്യ ആ വീഡിയോക്ക് കിട്ടി. കാരണം അങ്ങനെ കിട്ടിയ ആക്കെന്താ ആ കിഡ്നി മാറ്റി വെക്കാനായി. അത് ഫിറോസ് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിനെ വിമർശിക്കാൻ വേണ്ടി എത്രകാലം ആൾക്കാർ നിൽക്കുന്നുണ്ട്. അല്ല പിന്നെ എല്ലാം സത്യം അല്ലെങ്കിൽ അല്ല സത്യം ഇന്ന് ഞാൻ കള്ളനാക്കാരം. പക്ഷെ എന്നെങ്കിലും ഒരു കാലത്ത് എന്നെങ്കിലും അല്ല, ഞാൻ ഇതിൻ്റെ വൈത്താലുണ്ട്. ഞാനിത് തെളിയിച്ചു, ഞാൻ തന്നെ തെളിയിച്ചു. പിന്നെ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ച ഭാഗത്തിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് തെളിയിച്ചിരിക്കും. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വാക്കാണ്. ഇപ്പോഴും പറയാണ്, ഞാൻ മനസ്സാ വാച മക്കൾ സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ.